ഇവിടുത്തെ പാർക്കിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്തിയിടണം. നമ്മൾ തൊട്ടാൽ പറന്നു പോകും, അവന്മാർ തന്നെ വന്ന് പറന്ന് ഇരിക്കണം. മമ്മിയൊക്കെ ശരിക്കും മടുത്തിട്ടുണ്ട്. കയറി മമ്മി. ഹലോ, ആ ചേട്ടാ. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വെസ്റ്റ് സ്ട്രീറ്റിൽ നിന്ന് തിരിയുവാണ്. സ്റ്റീഫൻ സ്ട്രീറ്റിലേക്ക് തിരിയുവാണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി, സോറി. സ്റ്റീഫൻ സ്ട്രീറ്റിലേക്ക് തിരിയുവാണ്. ആ, എവിടെയാ? നേരെ അങ്ങ് പോന്നാൽ മതിയോ? ആ, എവിടെ കാണും? നെൽസൺ സ്ട്രീറ്റ് കഴിഞ്ഞിട്ടല്ലേ? സിഗ്നൽ കഴിഞ്ഞിട്ടല്ലേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ചേട്ടാ, ശരി ശരി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ജോസിയേട്ടൻ്റെയും ഫാമിലിയുടെയും കൂടെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയ പോലെയാണ്. ഇത്തവണ നമ്മൾ ജോസിയേട്ടൻ്റെ ഫാമിലി പിന്നെ നമ്മുടെ ഫാമിലി, അങ്ങനെ 2 ഫാമിലി ആയിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോസിയേട്ടൻ ഇപ്പോൾ നമ്മളെ വിളിച്ചായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിട്ട് അവിടുന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. രാവിലെ നല്ല വെയിലാണ്, ഇന്ന് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വഴിയിൽ കാണാം. ഇടുവല്ലേ? അപ്പോൾ നമ്മുടെ ജോസിയേട്ടൻ്റെ ഫാമിലിയാണ് മുമ്പിൽ ആ ഗ്രേ കളർ വണ്ടിയിൽ പോകുന്നത്. ഇനി ഇവിടുന്ന് കൃത്യം 121 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. നമ്മുടെ ജോസിയേട്ടൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 1.5 മണിക്കൂർ ഓട്ടം ഉണ്ട് ഇവിടുന്ന്. 1.5 മണിക്കൂർ. ബാക്കി നമുക്കിവിടെ പോകുന്ന വഴിയിലും പോയിട്ടും നമുക്ക് കാണാം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം അടിപൊളി കാഴ്ചകളാണ്. അത് കണ്ടോ, അങ്ങോട്ടൊക്കെ എന്നെ രസമെന്ന് നോക്കിയേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പൊരിഞ്ഞ പോരാട്ടമാണ് ഗൈസ്. ജോസിയേട്ടൻ നമുക്ക് വിട്ടു തരുന്നില്ല. നമ്മൾ ഈ വഴി കൂടെയാണ് നമ്മൾ മറ്റേ സ്ഥലത്ത് പോകുന്നത്. എവിടെയാണെന്നറിയോ? നമ്മളത് ആ കഫേയിൽ പോയില്ലേ, ദൂരെയുള്ള അവിടെ. ആ, അത് തന്നെ, വാർവിക്. അപ്പോൾ ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ പബ്ലിക് ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജാവിൻ്റെ, ഇവിടുത്തെ അല്ല, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കിങ്സ് ബർത്ത്ഡേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ വണ്ടിയെല്ലാം റോഡിൽ കുറച്ച് കൂടുതലാണ്. സാധാരണ ഈ റൂട്ടിൽ അധികം വണ്ടികൾ ഉണ്ടാവാറില്ല. ഇന്ന് പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ കാണുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്നതെല്ലാം പിന്നെ ഓരോ കൃഷികളാണ് കേട്ടോ. ഇതെല്ലാം ഓരോ പാടം പോലത്തെ സംഭവമാണ്. ഇപ്പം ട്രാക്ടർ അവിടെ വന്നിട്ട് അതെല്ലാം പറിച്ചെടുക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇവിടെ മൊത്തം. കൂടുതലും ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനി 1 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവിടെ ഭക്ഷണമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്നാണ് അറിഞ്ഞത്, പക്ഷേ നല്ല കത്തി റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. ചേട്ടാ പിന്നെ ഓവർടേക്കിംഗ് ആണല്ലോ. KFC കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു.
ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് നമ്മൾ പാഴ്സൽ ചെയ്തിട്ട് പോവുകയാണ്. ഇനി ഏകദേശം 25 മിനിറ്റും കൂടെ നമുക്ക് ട്രാവലുണ്ട്. അവിടെ പോകുന്നതിന് മുന്നേ ആർക്കെങ്കിലും വിശക്കുവാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം കാട്ടിൽ കൂടെ കുറച്ച് നടന്നൊക്കെ കഴിയുമ്പോൾ മടുക്കുമായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീൻ മേരി വാട്ടർഫാൾസ് എന്ന് പറയുന്നൊരു ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള പോക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 50 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇത് വീഴുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതെന്നുള്ളത് നമുക്ക് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്തിയിടണം. നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വേഗം വാ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊരു മലയാളി ഫാമിലിനെ നമ്മൾ പരിചയപ്പെട്ടു. അവർ വണ്ടിയിൽ നിന്നോ മറന്നുപോയി എടുക്കാൻ തിരിച്ചു പോയതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര ആളുകളുണ്ട് കേട്ടോ. എടാ മോനെ, അങ്ങനെ ഇതൊരു കാടാണ്. നമ്മൾ ഈ കാട്ടിക്കൂടെ കുറേ ദൂരം പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരെ നടക്കാനുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്ക് എത്തണമെങ്കിൽ വീണ്ടും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇച്ചിരി കഷ്ടമാണ് അതിൽ ഇറങ്ങി പോക്ക്. പോകുന്ന വഴിക്കൊരു ചെറിയ പാലവും ഒരു തോടും കണ്ട് കേട്ടോ. അച്ഛൻ ചാടണം ഇവിടുന്നാ? എൻ്റെ ദൈവമേ, അച്ഛൻ ചാടുവോന്ന്. എന്തിനാത്? ആ, ഇവിടെ പക്ഷിക്കുള്ള തീറ്റയാണ് ഈ കാണുന്നത്. ഇവിടെ മറ്റേ നമ്മളെ ബനിയ മൗണ്ടനിൽ ചെല്ലുമ്പോ ബേഡ്സിന് ഫീഡ് ചെയ്യുന്ന പരിപാടിയില്ലേ? അതുണ്ട് ഇവിടെ. അതിലുണ്ട്. I'm scared this is gonna pull up. നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ താഴെ കൂടെ ഇങ്ങനെ ഉറുമ്പ് പോകുന്ന പോലെ ആളുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സൂം ചെയ്ത് കാണിക്കുന്നതാണിത്. താഴെ ഒരു പൊട്ട് പോലെ ആൾക്കാർ കാണാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത്ര മുകളിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത്രയും ആഴമുണ്ട്.
അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശത്തോട്ട് പോവാണ്. നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അല്ലോ. ഈ വഴി കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെല്ലാം പുറകെ വരുന്നുണ്ട്. താഴെ ചെന്നിട്ട് ബാക്കി താഴത്തെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഈ കാട് മുഴുവൻ കയറി ഇറങ്ങി കുറേ ദൂരം പോകണം. ഇവിടെ എന്തൊക്കെയോ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ അലയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കി പറയാം കേട്ടോ. വന്നോട്ടെ വന്നോട്ടെ. വാ. ഇവിടെ എല്ലാം ടാർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. ശരിയാ. ഇങ്ങനത്തെ കാട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ പോലെ വെയിറ്റ് ചെയ്യും. ഇതുവരെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം എൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ക്വീൻസ്ലാൻഡ്, ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡിലൊക്കെ ഭയങ്കര പാമ്പുകളുണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ. പാമ്പുണ്ട് ശരിയാണ്, പക്ഷേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വനത്തിൻ്റെ അകത്തൂടെയാണ്. അങ്ങനെ പാമ്പുണ്ടെങ്കിൽ നമുക്കിതിലെ നടക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ നമ്മൾ വഴിയിൽ, നടപ്പ് വഴിയിലും അങ്ങനെയൊക്കെ കാണുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു അപകടമൊന്നും നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. നമ്മൾ താമസിക്കുന്നിടത്തോ ഇവിടെ ഒന്നുമില്ല. ചേട്ടൻ ഇവിടെ വന്നിട്ട് 12 വർഷമായില്ലേ? ഈ 12 വർഷത്തിനിടയ്ക്ക് നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് പാമ്പിനെ? ഒരു തവണ. അത് അതിലും കൂടുതൽ തവണ നമ്മുടെ നാട്ടിൽ നമ്മൾ ചേരപ്പാമ്പിനെയോ അല്ലെങ്കിൽ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് കാണുന്നില്ലെന്നുള്ളതാണ് അല്ലേ അതിന്റെ പ്രത്യേകത. അതുപോലെ ക്ലീൻ ആക്കി ഇട്ടാലും ചിലപ്പം പിന്നെ ഇഷ്ടംപോലെ പുല്ലും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമല്ലേ ഇവിടെ. പിന്നെ ഈ പറഞ്ഞ സംശയം കോസ്റ്റ് അങ്ങോട്ട് പാമ്പുണ്ടല്ലോ ഉണ്ടല്ലേ? കോസ്റ്റൽ ഏരിയയില് പാമ്പുകളുണ്ട്. കോസ്റ്റൽ ഓക്കെ. നമ്മുടെ ഇവിടെ അത്ര ഇല്ല. തണുപ്പൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം. പോകുന്ന വഴിക്കുള്ളൊരു മരം കൊള്ളാല്ലേ? ഒരെണ്ണം വലുത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? അടിപൊളി വ്യൂ. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മേളിലോട്ട്, നമ്മുടെ ദേഹത്തോട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ നനയുന്നത് കൊണ്ട് നല്ല കാറ്റുണ്ട്, നല്ല സ്പ്രേ ആണ്. അതെ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടു. വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളൊരു 1/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു.
വെള്ളം നല്ല ക്ലിയർ അല്ല, താഴെ കിടക്കുന്ന വെള്ളം നല്ല ക്ലിയർ അല്ല. അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനുകളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോവാണ്. ആ പക്ഷി അലയ്ക്കുന്ന പക്ഷീനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എൻജോയ് ചെയ്തോ പൊന്നു? ഞങ്ങൾ എൻജോയ് ചെയ്തു. പൊന്നും അടുത്തു. നല്ല വാട്ടർഫാൾസ് ആയിരുന്നു. പക്ഷെ ഇച്ചിരി വെള്ളം കുറഞ്ഞു. പക്ഷേ കുളിക്കാൻ അവിടെ വെള്ളം ക്ലിയർ അല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെള്ളച്ചാട്ടത്തിനെ പറ്റി? ഞങ്ങളുടെ വെള്ളച്ചാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെള്ളം ഇങ്ങനെ ബ്രീസ് ചെയ്ത് നമ്മുടെ മുഖത്തോട്ട് അടിക്കുമ്പോൾ അത് ശരി. എന്നാന്നേ പറയോ, മടുത്തേക്ക് വാ. ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്ക്. അപ്പം പൊന്നു മടുത്തോണ്ട് പൊന്നു ബീച്ചിൽ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കണം കേട്ടോ ഇതിനെ നടക്കുമ്പോൾ. ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പല്ലേ പൊന്നു? നല്ല തിക്ക് ഫോറസ്റ്റാണ്. നമ്മൾ ഇതുവരെ നടന്ന പോലെയല്ല. ഓസ്ട്രേലിയയിൽ ഇങ്ങനെയുള്ള ഫോറസ്റ്റുകൾ, നമുക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഫോറസ്റ്റുകൾ അധികമില്ല. പക്ഷേ ഇത് നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൽ നടക്കാനും. ഫുള്ള് തണലാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു വെയിലുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴി നല്ല സ്റ്റെപ്പാണ്, കുത്തനെയുള്ള കയറ്റം. അയ്യോ, ഇനി പ്രോട്ടീൻ പൗഡർ പൊതിഞ്ഞെടുക്കായിരുന്നു. മമ്മിയൊക്കെ ശരിക്കും മടുത്തിട്ടുണ്ട്. കയറിയോ മമ്മി? ആ പൊക്കോ. നമ്മൾ തിരിച്ചു പോകാൻ ചൂസ് ചെയ്തൊരു വഴി വേറൊരു വഴിയായിപ്പോയി. അപ്പം ഭയങ്കര കയറ്റമാണ്. സ്റ്റെപ്പ് കെട്ടി തിരിച്ചേക്കുവാണ്. അപ്പം മമ്മിയൊക്കെ ശരിക്കും മടുത്തു. അപ്പം ഇന്നത്തെ മലയാളിയുടെ റൂട്ടൊരു വല്ലാത്ത റൂട്ടായിപ്പോയി. എല്ലാവരും മടുത്തിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്താലേ? അത് ശരി, ഞാൻ തെറ്റിദ്ധരിച്ചു, മടുത്താന്ന് വിചാരിച്ചു. പിന്നെ കിതയ്ക്കുന്ന ചുമ്മാ അഭിനയിക്കുന്നതായിരിക്കും അല്ലേ? ഓസ്ട്രേലിയ വന്നിട്ട് കയറ്റം കയറിയില്ലെന്ന് പരാതി വേണ്ട. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇവിടെ ചില ഇംഗ്ലീഷുകാരുണ്ട്. ഇപ്പം നമ്മൾ കണ്ടാണ് അവർ ചെരുപ്പിടാതെയാണ് ഈ കാട്ടുവഴിയിലൂടെ നടന്നു പോകുന്നത്. ചെരുപ്പിടാതെ എങ്ങനെ ഇതിനെ നടന്നു പോകുന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പക്ഷേ അവരെ അക്കാര്യത്തിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ക്യൂൻമേരി വാട്ടർഫാൾസ് എല്ലാം നടന്ന് തിരിച്ചിവിടെ എത്തി. നല്ല രസമായിരുന്നു. ഞങ്ങൾ എൻ്റെ ഫാമിലി ആയിരുന്നല്ലോ. ജോസേൻ്റെ ചേച്ചിയൊക്കെ മടുത്തോണ്ടിരിക്കുക. പിള്ളേരെല്ലാം മടുത്ത് കുറച്ച് ഞങ്ങൾ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടോ? അച്ഛക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു അല്ലേ? നല്ലൊരു എക്സസൈസ് ആയിരുന്നു. ഒരു 1 ഡേ ട്രിപ്പിന് നല്ലൊരു ഇതാണ്. പിന്നെ നമുക്കിവിടെ ഫുഡൊക്കെ വെച്ച് കഴിക്കുക സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ബേർഡ് ഫീഡിങ്, ഇവിടെ ഓസ്ട്രേലിയൻ പാരറ്റ്സ്, ഓസ്ട്രേലിയയിലെ തത്തകളെ ഇവിടെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൽ എല്ലാം പറക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്ന സമയമെന്ന് മനസ്സിലായിട്ടുണ്ട്. എവിടെ? പോയി ചോദിക്കുന്ന അവരോട് പോയി ചോദിക്കുക, ഇച്ചിരി സീഡ് തരാമോ? ഇവിടെ ഇരിപ്പുണ്ടോ? തൊടാൻ പറ്റുമോ? നമ്മുടെ കയ്യിലോട്ട് വരും.
എടി ഫീഡില്ല നമ്മുടെ അതിന് ഇച്ചിരി ഫീഡ് മേടിച്ചോണ്ട് വന്നേ. പിന്നെ ഒന്നൂടെ കൊടുത്തേ. Where? I'm gonna get. അവിടെ മരത്തിലെല്ലാം വന്നിരിപ്പുണ്ട്. നമുക്ക് കുറച്ച് കൊടുത്തു നോക്കാം. നടാ വാടാ. എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ എടുക്കാൻ ഒരു പേടിയില്ല കേട്ടോ, ഒരു പേടിയില്ല. ഇപ്പം എല്ലാവരും കൊടുത്തതിന് വിശപ്പ് പോയെന്ന് തോന്നുന്നു. ആ മരത്തിരിക്കുന്നത് ഞാനതിനെ പിടിക്കാമെന്നോ പിന്നെ അവനെ എൻ്റെ ഇതില്ല, ഫീഡില്ല. എൻ്റെ കയ്യിലോട്ട് കയറുമോ നോക്കാമല്ലോ. എന്ത് രസമല്ലേ. ഞാൻ അതിന് മേളിൽ ആ അനു 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 ആ ഇത് വരുന്ന ലക്ഷണമുണ്ട് കേട്ടോ. ഇത് വളയുന്ന കിളിയാ. താത്തി വിളിയാ പറഞ്ഞ കയ്യിലോട്ട് വരുമായിരിക്കും. അപ്പം ഇതാണ് സാധാരണ കാട്ടിൽ കാണുന്ന തത്തയാണ്, പക്ഷേ നല്ല ഇണക്കമുണ്ട്. നമ്മൾ തൊട്ടാൽ പറന്നു പോകും, അവന്മാർ തന്നെ വന്ന് പറന്ന് ഇരിക്കണം. ഇതാണ് ഓസ്ട്രേലിയൻ കിങ് പാരറ്റ്. ഇതല്ലേ കിങ് പാരറ്റ്? ഓസ്ട്രേലിയൻ കിങ് പാരറ്റാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലേ ഒറ്റ തത്ത ബാക്കി കാണാനല്ല, എല്ലാം പെറ്റ് ഷോപ്പിൽ കാണും. അപ്പോൾ നമ്മുടെ ബേർഡ് ഫീഡിങ്ങും കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും ഉണ്ട്. ജോസേട്ടൻ മുമ്പിൽ പോകുന്നുണ്ട്. എല്ലാവരും വണ്ടി കയറാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. നോക്കണേ, റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മിനിറ്റ് നിൽക്കി പൊന്നു നിൽക്കി, വെയിറ്റ് ചെയ്യ്. അതെ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. താങ്ക് യു.